വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ജൂൺ 7 യേശുവിൻ്റെ തിരുഹൃദയം. എല്ലാവർക്കും തിരുഹൃദയ തിരുനാൾ ആശംസകൾ. ജീവശാസ്ത്രപരവും വൈദ്യശാസ്ത്രപരവുമായ വീക്ഷണത്തിൽ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അതിനാൽ തന്നെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയം. വൈകാരിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ തിരുഹൃദയം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യനായ നിനക്കായി എനിക്ക് ഒരു ഹൃദയമുണ്ട്. സ്നേഹത്തിൻ്റെ കണക്ക് പറയാത്ത, സ്നേഹത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാത്ത ഒരു ഹൃദയം. ഈ ഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശു പറഞ്ഞു: ഈ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിന് ക്ഷമയുണ്ട്, സഹനമുണ്ട്, പങ്കുവയ്ക്കലുണ്ട്, സ്വാർത്ഥതയില്ല, സുഖലോലുപതയുടെ കെട്ടുപാടുകളില്ല. മരണത്തോളം നമ്മെ സ്നേഹിച്ച ദൈവം, സ്നേഹത്തിന് എത്തിപ്പെടാവുന്ന ദൂരം മരണമെന്ന് നമ്മെ പഠിപ്പിച്ച ദൈവം, ഒറ്റുകാരനിൽ പോലും സ്നേഹത്തിൻ്റെ ശേഷിപ്പുകളുണ്ടെന്നറിഞ്ഞ് അവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന സ്നേഹം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാകട്ടെ: കണക്ക് പറച്ചിലുകൾ ഇല്ലാതെ സ്നേഹിക്കാൻ എനിക്കാകട്ടെ. മക്കളെ സ്നേഹിച്ചതിൻ്റെ കണക്കുകൾ മാതാപിതാക്കൾ പറയാതിരിക്കട്ടെ. മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതിൻ്റെ കണക്കുകൾ മക്കൾ പറയാതിരിക്കട്ടെ. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കണക്കുകൾ പറഞ്ഞ് ആരും പരിഭവപ്പെടാതിരിക്കട്ടെ. ഞാൻ സ്നേഹിച്ചതിൻ്റെ 100% പോലും നീ എനിക്ക് തിരിച്ചു തരുന്നില്ലല്ലോ എന്ന് ആരും ആരോടും പരിഭവപ്പെടാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ വക്ഷസ്സിൽ വിശുദ്ധ യോഹന്നാനെ പോലെ ചാരി നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ. നിന്റെ വേദനകൾ എൻ്റെ വേദനകളാണ്. നിന്റെ മുറിവ് ഉണങ്ങാത്തിടത്തോളം എൻ്റെ മുറിവും ഉണങ്ങുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന തിരുഹൃദയ സ്നേഹത്തിന് മുൻപിൽ നമുക്കും തുറന്ന് സമ്മതിക്കാം: നിതാന്ത സ്നേഹമേ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ എത്ര വൈകിപ്പോയി. ആമേൻ. വചനസാരം വചനസാരം.